ക്ലാസ് 5 റെബേക്ക ദ ചേഞ്ച് മേക്കർ. ഒലിവിയ വുഡ് എഴുതിയ റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന ചാപ്റ്റർ നമുക്ക് നോക്കാം. We have seen that excess of water can result in a calamity. Scarcity of water can also be a problem. Now let's read a story. അധിക ജലം ഒരു ദുരന്തത്തിന് കാരണമാകുന്നു എന്ന് നമ്മൾ കണ്ടു. ജലക്ഷാമവും ഒരു പ്രകാശമാകാം. ഇനി നമുക്ക് ഒരു കഥ വായിക്കാം. റെബേക്ക ദ ചേഞ്ച് മേക്കർ. തെക്ക് പടിഞ്ഞാറൻ കെനിയയിൽ മസായികളുടെ നാട്ടിൽ റെബേക്ക എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ കുടുംബം കന്നുകാലികളെയും ചെമ്മരിയാടുകളെയും ആടുകളെയും വളർത്തി ഭക്ഷണത്തിനായി ഭൂമിയിൽ കൃഷി ചെയ്തിരുന്നു. സ്കൂൾ സമയത്തിനു ശേഷം റെബേക്ക തൻ്റെ കുടുംബത്തെ സഹായിക്കുകയും ഫാമിലെ മൃഗങ്ങളെ പരിപാലിക്കുകയും ചെയ്തിരുന്നു. വളരെ ചൂടുള്ള ഒരു ദിവസം റെബേക്ക തൻ്റെ അമ്മ കരയുന്നത് കണ്ടു. ഈ വർഷം ഞങ്ങളുടെ വിളകൾ മോശമായിരുന്നു, അവൾ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ ആടുകളും കന്നുകാലികളും ചത്തേക്കാം. പിന്നീട് സ്കൂളിൽ ആ വർഷം ഇത്രയധികം മഴ പെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് റെബേക്ക തൻ്റെ അധ്യാപികയോട് ചോദിച്ചു. മഴയില്ലാത്ത ദിവസങ്ങൾ ഞങ്ങൾക്ക് വളരെ ഉണ്ടായിരുന്നു, അവരുടെ അധ്യാപിക പറഞ്ഞു. മഴയില്ലാത്തപ്പോൾ സസ്യങ്ങൾ വളരാൻ കഴിയില്ല. ഭക്ഷണത്തിന് വിളകളില്ലെങ്കിൽ, കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ ഞങ്ങളുടെ മൃഗങ്ങൾ മരിക്കും. ക്ലാസ്സിലെ എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായിരുന്നു. അവരുടെ കുടുംബങ്ങളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും അവർ ആശങ്കാകുലരായിരുന്നു. സ്കൂൾ ലൈബ്രറിയിൽ മഴയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി റെബേക്ക തിരഞ്ഞു. അവൾ പഠിച്ച കാര്യങ്ങൾ അവളെ ഭയപ്പെടുത്തി. ലോകം മുഴുവൻ ചൂടാകുകയാണ്, മഴ കുറവാണ്. അവൾ ഒരു പുതിയ പദം പഠിച്ചു: കാലാവസ്ഥാ വ്യതിയാനം, ദ ക്ലൈമറ്റ് ചേഞ്ച്. കാറുകളും ബസ്സുകളും വിമാനങ്ങളും വായുവിനെ മലിനമാക്കുന്നു. മരങ്ങൾ വെട്ടിമാറ്റി കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. വലിയ മാലിന്യ കൂമ്പാരങ്ങൾ ചിന്താശൂന്യമായി മണ്ണിൽ കുഴിച്ചിടുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നു. റെബേക്ക സങ്കടപ്പെട്ടു. ഒരു കൊച്ചു പെൺകുട്ടി, എനിക്ക് ലോകത്ത് മുഴുവൻ സഹായിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? അവൾ ചിന്തിച്ചു. റെബേക്ക താൻ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ടീച്ചറോട് സംസാരിക്കാൻ തീരുമാനിച്ചു. ഭൂമിക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്, അവളുടെ ടീച്ചർ വിശദീകരിച്ചു. പക്ഷേ നമുക്ക് സഹായിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പ്രകൃതിയെ ശക്തിപ്പെടുത്താൻ മരങ്ങൾ നടുന്നത്. റെബേക്ക വീട്ടിലേക്ക് നടക്കുമ്പോൾ അത് വളരെ ചൂടായിരുന്നു. അവൾ തൻ്റെ കുപ്പിയിലെ വെള്ളം കുടിക്കാൻ നിന്നു. മഴയുടെ അഭാവത്തെക്കുറിച്ചും അത് പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അവൾ ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ സമൂഹത്തെ സഹായിക്കാൻ അവൾ ആഗ്രഹിച്ചു. അപ്പോൾ അവൾക്ക് ഒരു ആശയം ലഭിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഞാൻ വളരെയധികം പഠിച്ചു, അവൾ ചിന്തിച്ചു. എല്ലാവരും ഈ പ്രശ്നത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ സഹായകരമാകും. പിന്നെ ഒരുമിച്ച് നമുക്ക് ഒരു പരിഹാരം കണ്ടെത്താം. പിറ്റേന്ന് മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെക്കുറിച്ചും മനുഷ്യർ പ്രകൃതിക്ക് വരുത്തുന്ന നാശത്തെക്കുറിച്ചും ഒരു പാഠം നൽകാൻ റെബേക്ക ടീച്ചറോട് ആവശ്യപ്പെട്ടു. ടീച്ചർ സന്തോഷത്തോടെ അവൾ ആവശ്യപ്പെട്ടതുപോലെ വിശദമായ ഒരു സെഷൻ നൽകി. ക്ലാസ് അവസാനിച്ചപ്പോൾ റെബേക്ക എഴുന്നേറ്റു. അവൾ ക്ലാസ്സിലെ എല്ലാവരോടും വീട്ടിൽ പോയി മാതാപിതാക്കളെ അവർ പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മനുഷ്യർ പ്രകൃതിക്ക് എങ്ങനെ ദോഷം വരുത്തുന്നു എന്നതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവളുടെ ഗ്രാമത്തിലെ മുതിർന്നവർ പ്രകൃതിയെ സഹായിക്കാൻ എന്ത് ചെയ്യാനാകുമെന്ന് റെബേക്കയുമായി സംസാരിക്കാൻ ഒരു യോഗം ചേർന്നു. അവർ നേരിട്ട പ്രശ്നം വളരെ വലുതായിരുന്നു. നമുക്ക് കെനിയയുടെ പ്രസിഡന്റിനെ ഒരു കത്ത് എഴുതാം, ഒരു മുതിർന്ന ആൾ പറഞ്ഞു. മഴയില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം അറിയേണ്ടതുണ്ട്. പിന്നെ ഒരുപക്ഷെ പ്രകൃതിയെ ദ്രോഹിക്കുന്നത് തടയാൻ അദ്ദേഹം നിയമങ്ങൾ നടപ്പിലാക്കിയേക്കാം. റെബേക്ക കത്തെടുത്ത് സഹപാഠികളുമായി പങ്കുവച്ചു. പിന്തുണ പ്രകടിപ്പിക്കുന്നതിനായി താഴെ അവരുടെ പേരുകളിൽ ഒപ്പിടാൻ അവർ കുടുംബാംഗങ്ങളോട് ആവശ്യപ്പെട്ടു. നെയ്റോബിയിൽ പ്രസിഡന്റ് മാസായി സമൂഹത്തിൽ നിന്നുള്ള കത്ത് വായിച്ചു. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് മറ്റ് നിരവധി കത്തുകൾ ലഭിച്ചു. പ്രകൃതിയെ സംരക്ഷിക്കാൻ എനിക്ക് കെനിയയെ സഹായിക്കേണ്ടതുണ്ട്, അദ്ദേഹം ചിന്തിച്ചു. പ്രസിഡന്റ് തൻ്റെ നാട്ടുകാരോട് അവരുടെ വീടുകൾക്ക് പുറത്ത് മരങ്ങൾ നടാൻ ആവശ്യപ്പെട്ടു. മാസായി സമൂഹത്തിൽ എല്ലാവരും അവരുടെ വീടിന് പുറത്ത് ഒരു മരം നടാൻ സമ്മതിച്ചു. റെബേക്കയും അമ്മയും ഒരുമിച്ച് ഒരു കുഴി ഒഴിച്ചു ഒരു തൈ നട്ടു. റെബേക്കയുടെ സ്കൂളിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യാൻ പ്രിൻസിപ്പൽ ഒരു അസംബ്ലി നടത്തി. തൻ്റെ അരികിൽ നിൽക്കാൻ അദ്ദേഹം റെബേക്കയോട് ആവശ്യപ്പെട്ടു.
പരിസ്ഥിതി സംരക്ഷണം ഒരു വലിയ ജോലിയാണ്. ലോകത്തിലെ എല്ലാവരും സഹായിക്കേണ്ടതുണ്ട്, പ്രിൻസിപ്പൽ പറഞ്ഞു. എന്നാൽ പഠിക്കാനും മാറ്റം വരുത്താനും ഞങ്ങളെ സഹായിച്ചതിന് റെബേക്കയോട് നന്ദി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നാം എല്ലാവരും നമ്മുടെ സമൂഹത്തെ സഹായിച്ചാൽ ലോകം എത്ര മനോഹരമാകുമെന്ന് സങ്കല്പിക്കുക, അദ്ദേഹം കൂട്ടിച്ചേർത്തു. റെബേക്കയ്ക്ക് വളരെ സന്തോഷം തോന്നി. പ്രകൃതിയെയും അവളുടെ സമൂഹത്തെയും സഹായിക്കാൻ തനിക്കും അവളുടെ സുഹൃത്തുക്കൾക്കും ഇനി എന്ത് ചെയ്യാനാകുമെന്ന് അവൾ ചിന്തിച്ചു. റെബേക്ക ദ ചേഞ്ച് മേക്കർ. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആൻഡ് ആക്ടിവിറ്റീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. വാട്ട് ഡിഡ് റെബേക്കാസ് ഫാമിലി ഡു ഫോർ എ ലിവിങ്? റെബേക്കയുടെ കുടുംബം ഉപജീവനത്തിനായി എന്ത് ചെയ്യുകയായിരുന്നു? Rebecca's family kept cattle, sheep and goats and depended on farming the land for food. റെബേക്കയുടെ കുടുംബം കന്നുകാലികളെയും ആടുകളെയും വളർത്തി ഭക്ഷണത്തിനായി കൃഷിയെ ആശ്രയിച്ചിരുന്നു. Why was Rebecca's mother sad? റെബേക്കയുടെ അമ്മ ദുഃഖിതയായത് എന്തുകൊണ്ട്? Rebecca's mother sad because their crops have been bad on that year and she thought that their goats and sheep might die without getting proper rain. ആ വർഷം വിളകൾ മോശമായതിനാൽ റെബേക്കയുടെ അമ്മ ദുഃഖിതയായിരുന്നു. ശരിയായ മഴ ലഭിക്കാതെ അവരുടെ ആടുകളും കന്നുകാലികളും ചത്തുപോകുമെന്ന് അവർ കരുതി. വാട്ട് ന്യൂ ഇൻഫർമേഷൻ ഡിഡ് റെബേക്ക ഗെറ്റ് ഫ്രം ദ ലൈബ്രറി? ലൈബ്രറിയിൽ നിന്ന് റെബേക്കയ്ക്ക് എന്ത് പുതിയ വിവരങ്ങൾ ലഭിച്ചു? Rebecca learned about the new term climate change. Climate change എന്ന പുതിയ പദത്തെക്കുറിച്ച് റെബേക്ക പഠിച്ചു. What did Rebecca ask everyone in her class to do? തൻ്റെ ക്ലാസ്സിലെ എല്ലാവരോടും റെബേക്ക എന്താണ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്? She asked everyone in her class to go home and tell their parents about what they had learned. Why did the elders of the Maasai community write a letter to the President of Kenya? മാസായി സമുദായത്തിലെ മുതിർന്നവർ എന്തിനാണ് കെനിയ പ്രസിഡന്റിന് കത്തെഴുതിയത്? Because the President of Kenya needs to know the Maasai community cannot live without rain, so that he will implement laws to stop harming nature. കാരണം മഴയില്ലാതെ മാസായി സമൂഹത്തിന് ജീവിക്കാൻ കഴിയില്ലെന്ന് കെനിയ പ്രസിഡന്റ് അറിയേണ്ടതുണ്ട്. അങ്ങനെ പ്രകൃതിയെ ദ്രോഹിക്കുന്നത് തടയാൻ അദ്ദേഹം നിയമങ്ങൾ നടപ്പിലാക്കും. വാട്ട് ഇൻസ്ട്രക്ഷൻസ് ഡിഡ് ദ പ്രസിഡന്റ് ഗീവ് ഹിസ് കൺട്രിമെൻ ടു സേവ് നേച്ചർ? പ്രകൃതിയെ സംരക്ഷിക്കാൻ പ്രസിഡന്റ് തൻ്റെ നാട്ടുകാർക്ക് എന്ത് നിർദ്ദേശങ്ങളാണ് നൽകിയത്? ദ പ്രസിഡന്റ് ആസ്ക്ഡ് ഹിസ് കൺട്രിമെൻ ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദെയർ ഹോംസ്. വീടുകൾക്ക് പുറത്ത് മരങ്ങൾ നടാൻ പ്രസിഡന്റ് തൻ്റെ നാട്ടുകാരോട് ആവശ്യപ്പെട്ടു. We would like to thank Rebecca, said the principal. Why? ഞങ്ങൾ റെബേക്കയ്ക്ക് നന്ദി പറയുന്നു, പ്രിൻസിപ്പൽ പറഞ്ഞു. എന്തുകൊണ്ട്? Because Rebecca helped the Maasai community to learn about the climate change. കാരണം റെബേക്ക മാസായി സമൂഹത്തെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. Rebecca found out several reasons for climate change. What are they? കാലാവസ്ഥാ വ്യതിയാനത്തിന് നിരവധി കാരണങ്ങൾ റെബേക്ക കണ്ടെത്തി. അവ എന്തൊക്കെയാണ്? The vehicles are polluting the air. Trees are being cut down and used to make buildings. Huge piles of trash are thoughtlessly buried in the ground. All these activities are harming nature. വാഹനങ്ങൾ വായുവിനെ മലിനമാക്കുന്നു. മരങ്ങൾ വെട്ടിമാറ്റി കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. വലിയ മാലിന്യ കൂമ്പാരങ്ങൾ ചിന്താശൂന്യമായി മണ്ണിൽ കുഴിച്ചിടുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നു. സജസ്റ്റ് 2 ആക്ടിവിറ്റീസ് ടു പ്രൊട്ടക്റ്റ് നേച്ചർ. നേച്ചറിനെ സംരക്ഷിക്കാൻ വേണ്ടി 2 പ്രവൃത്തികൾ സജസ്റ്റ് ചെയ്യൂ. റീസൈക്കിൾ, സേവ് വാട്ടർ, പ്ലാന്റ് ട്രീസ്, ഗീവ് അപ്പ് പ്ലാസ്റ്റിക്സ്. ആക്ടിവിറ്റി 1. റീഡ് ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. കഥ വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് എല്ലാം പൂർണ്ണമാക്കുക. 1. Rebecca asked her teacher why there had been so little rain that year. 2.
Trees are being cut down and used to make buildings. 3. The president asked his countrymen to plant trees outside their homes. 4. We would like to thank Rebecca for helping us learn and make a change. Activity 2. Given below are two scenes of Rebecca's farm. Look at the picture and prepare a description. റെബേക്കയുടെ ഫാമിലെ 2 ദൃശ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ചിത്രം നോക്കി ഒരു വിവരണം തയ്യാറാക്കുക. Before the drought. This is Rebecca's farm. There are cattle, sheep, ducks and hens in the farm. Large brown cows are grazing in the farm. There is a huge tree with ripe fruits. A happy brown squirrel is sitting on one of its branches. The lovely red flowers add beauty to the farm. വരൾച്ചയ്ക്ക് മുമ്പ്. ഇത് റെബേക്കയുടെ ഫാമാണ്. ഫാമിൽ കന്നുകാലികൾ, ആടുകൾ, താറാവുകൾ, കോഴികൾ എന്നിവയുണ്ട്. വലിയ തവിട്ട് പശുക്കൾ ഫാമിൽ മേയുന്നു. പഴുത്ത പഴങ്ങളുള്ള ഒരു വലിയ വൃക്ഷമുണ്ട്. സന്തോഷമുള്ള ഒരു തവിട്ട് അണ്ണാൻ അതിൻ്റെ ഒരു ശാഖയിൽ ഇരിക്കുന്നു. മനോഹരമായ ചുവന്ന പൂക്കൾ ഫാമിന് ഭംഗി നൽകുന്നു. After the drought. This is Rebecca's farm after the drought. Her cattle, sheep, ducks and hens died. Huge trees were dry because of extreme heat. Lovely flowers, animals and the beauty of the farm have vanished due to climate change. Activity 3. Look at the following sentences. താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസുകൾ നോക്കൂ. The man is dumping waste on the road. The children are clapping their hands. Now you may look at the following pictures and write down what each of them is or are doing. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് എല്ലാം നോക്കി അവരെന്താണ് ചെയ്യുന്നത് എന്ന് എഴുതുക. The man is painting the wall. The girl is planting a plant. The boy is putting waste on a waste bin. The girls are playing football. Activity 4. The Nature Club of Rebecca School has decided to conduct a short film festival on climate change. Prepare a script for announcement in the morning assembly. റബേക്കയുടെ സ്കൂളിലെ നേച്ചർ ക്ലബ് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ചു. രാവിലെ അസംബ്ലിയിൽ പ്രഖ്യാപിക്കുന്നതിനായി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. ഗുഡ് മോർണിംഗ് എവ്രി വൺ. I have an exciting announcement from the Nature Club. We are conducting a short film festival on climate change. Films related to climate change and the conservation of nature will be shown at the festival. Here are the details. Venue, school auditorium. Date, 20th November 2025. Time, 10 a.m. to 1 p.m. The chief of the Maasai community will inaugurate the festival. Join us to watch inspiring films and learn about the climate change. Let's support this important cause together. Thank you and have a great day. Activity 5. Pairs of words that have the same sound but different meanings are given in the brackets. Choose the right word and complete the following sentences. സെയിം സൗണ്ട് വരുന്ന 2 തരത്തിലുള്ള വാക്കുകൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് ഡിഫറെൻറ്റ് മീനിങ് ആണ്. അത് കൃത്യമായിട്ടുള്ള മീനിങ് തിരഞ്ഞെടുത്ത് സെൻറ്റൻസ് പൂരിപ്പിക്കുക. 1. This year we did not get sufficient rain. 2. The boy saw a small hole on the tree trunk. 3. We need air to breathe in. 4. The country is entering a new phase in development. 5. The elders decided to write a letter to the President of Kenya. 6. The classroom is quiet now. Activity 6. Here is Rebecca's routing. Read it and write down some of your routing activities. ഇവിടെ കൊടുത്തിരിക്കുന്നത് റെബേക്കയുടെ ജീവിതശൈലിയാണ്. അത് വായിച്ചിട്ട് നിങ്ങളുടെ ജീവിതശൈലി എഴുതാമോ? Rebecca gets up early in the morning. She brushes her teeth. She learns her lessons regularly. She helps her mother in cooking. She goes to the farm and feeds the animals. I get up at 6 a.m. I wash my face, brush my teeth and take a bath. Then I check the timetable and get ready for school. I eat my breakfast and go to school.
Activity 7. Shall we form 2 groups and play a word game? Your teacher will give necessary instructions. Act accordingly. She is playing. Is she playing? ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു സെൻറ്റൻസ് ആ സെയിം സെൻറ്റൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ്. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓക്സിലറി വെർബുകളാണ്. ഏതൊക്കെയാണ് ഓക്സിലറി വെർബ്? Convert the following statements into questions. They are worried. Answer: are they worried? B. The world is getting hotter. Is the world getting hotter? C. It is a big problem for the earth. Is it a big problem for the earth? Rebecca is happy. Is Rebecca happy? They have planted saplings. Have they planted saplings? Rebecca has written a letter to the president. Has Rebecca written a letter to the president? Activity 8. Read the following newspaper report about a girl who set out on a mission to save the planet. നമ്മുടെ പ്ലാനറ്റ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗേൾ നടത്തിയ ഒരു മിഷനെ കുറിച്ചാണ് ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അത് വായിക്കുക. ഗ്രേറ്റാസ് ഗ്രേറ്റ് മിഷൻ ടു സേവ് പ്ലാനറ്റ്. സ്റ്റോക്ക്ഹോം. A differently abled young girl won the hearts of millions as she held a placard and sat outside the Swedish parliament here on Monday. Greta Thunberg was promoting the cause of saving the planet from climate change. Diagnosed with autism spectrum disorder (ASD) at a tender age, she was undeterred, took up the campaign and sat along to promote the cause. Greta proved how she could make a big difference to this campaign. Noted a local television channel that beamed the event live. തിങ്കളാഴ്ച സ്വീഡിഷ് പാർലമെൻറ്റിന് പുറത്ത് പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാരിയായ ഒരു പെൺകുട്ടി ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കി. കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്ന് ഗ്രഹത്തെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഗ്രേറ്റ തൻബർഗ്. ചെറുപ്രായത്തിൽ തന്നെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ (ASD) രോഗനിർണയം നടത്തിയെങ്കിലും അവർ തളരാതെ പ്രചാരണം ഏറ്റെടുത്തു. ആ ലക്ഷ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഒറ്റയ്ക്കിരുന്നു. ഈ പ്രചാരണത്തിൽ തനിക്ക് എങ്ങനെ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് ഗ്രേറ്റ തെളിയിച്ചു. പരിപാടി ലൈവ് സംപ്രേഷണം ചെയ്ത ഒരു പ്രാദേശിക ടെലിവിഷൻ ചാനൽ അഭിപ്രായപ്പെട്ടു. The Eco Club in your school planted saplings on the school premises and distributed saplings to the students on Environment Day. ലോക പരിസ്ഥിതി ദിനത്തിൽ നിങ്ങളുടെ സ്കൂളിലെ ഇക്കോ ക്ലബ് സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു. A rally was held to make the people aware of the need to conserve water. ജലസംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനായി ഒരു റാലിയും നടത്തി. The program was inaugurated by the ward member. വാർഡ് മെമ്പറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. Prepare a news report. ഒരു വാർത്താ റിപ്പോർട്ട് തയ്യാറാക്കുക. Eco Club celebrates World Environment Day. Date 2025. Location: your school name. The Eco Club at your school name celebrated World Environment Day by planting saplings on school ground. They also distributed saplings to students to encourage them to help the environment. A rally was held to raise awareness about the need to conserve water. Students participated actively, holding signs and sharing messages about water conservation. The program was inaugurated by the ward member who supported the students' efforts. The event promoted a sense of responsibility towards nature and highlighted the importance of protecting our environment. Activity 9. Given below is a placard related to global warming. Prepare another one about forest conservation. You may make more placards. ആഗോളതാപനവുമായി ബന്ധപ്പെട്ട ഒരു പ്ലക്കാർഡ് താഴെ കൊടുത്തിരിക്കുന്നു. വനസംരക്ഷണത്തെക്കുറിച്ച് മറ്റൊന്ന് തയ്യാറാക്കുക. നിങ്ങൾക്ക് കൂടുതൽ പ്ലക്കാർഡുകൾ നിർമ്മിക്കാം. Healthy forests, healthy planet. Forests are life. Save them. No forest, no future. Green today, alive tomorrow. Activity 10. Look at the words underlined. Rebecca had a beautiful garden. There was an apple tree in the garden. Complete the following passage using a, an or the. ഇവിടെ കൊടുത്തിരിക്കുന്നത് ആർട്ടിക്കിൾസ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Hello children, how are you? I am
an apple tree in Rebecca's garden. Have you got enough rain this year? I think the answer is no. What may be the reason? People are cutting us down. We help in bringing rain. We give you fruits, flowers, and fresh air. So don't cut us down. I can stand like an umbrella to protect you from the hot sun. If you plant more saplings, I shall give you loads of apples. When we plant a sapling, we are planting hope. ആക്ടിവിറ്റീസ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. See you on next video. Thank you.